എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 50,000 രൂപയ്ക്കകത്തുള്ള ബെസ്റ്റ് ലാപ്ടോപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ആദ്യം തന്നെ എടുത്ത് പറയണം. 50,000 രൂപയ്ക്കകത്ത് ഭയങ്കര സ്പെക്കൊക്കെ കൊണ്ടുവരുന്ന കുറേ ലാപ്ടോപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അയ്യോ 50,000 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുന്നു. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ 90% ഇങ്ങനെയുള്ള 50,000 രൂപയ്ക്കകത്ത് വരുന്ന ലാപ്ടോപ്പുകളും വൻ പരാജയമാണ്. സ്പെക് ഷീറ്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗ്രാഫിക് കാർഡ് തരും, ഏറ്റവും നല്ല പ്രൊസസ്സർ തരും, ഏറ്റവും നല്ല റാം തരും, പക്ഷെ നല്ലൊരു ഹീറ്റ് മാനേജ്മെന്റ് തരൂല, നല്ലൊരു കൂളിംഗ് തരൂല. ലാപ്ടോപ്പ് വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മൊട്ട ഹീറ്റ് ആയിരിക്കും. നിങ്ങളുടെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന്റെ അകത്തുനിന്ന് നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ ടീം ഏകദേശം 35 ലാപ്ടോപ്പുകൾ സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ടീം തന്നെ ഒരു ചെറിയൊരു ക്രൈറ്റീരിയ വെച്ചു. ഈ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് മറ്റ് യൂട്യൂബേഴ്സ് സ്പോൺസർ ചെയ്ത് ഫേമസ് ആക്കിയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആവരുത്. രണ്ടാമത്തത് അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗ്രാഫിക് കാർഡ് കിട്ടിയിട്ട് വെറും കൂറ ഡിസ്പ്ലേ കിട്ടിയിട്ട് കാര്യമില്ല. എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയിരിക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീക്കർ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ബാക്കപ്പ്, എല്ലാം ബാലൻസ് ആയിട്ടുള്ള ലാപ്ടോപ്പുകൾ മാത്രമേ ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ വീഡിയോ ഞാൻ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗെയിമിംഗ് ലാപ്ടോപ്പ് സെഷൻസ്, രണ്ട് നോർമൽ യൂസ് ഓഫീസ് ലാപ്ടോപ്സ്. ആദ്യം നമുക്ക് ഓഫീസ് ലാപ്ടോപ്പ് നോക്കാം. 50,000 രൂപ, അതായത് 49,999 രൂപയ്ക്ക് മോട്ടോറോളയുടെ മോട്ടോ ബുക്ക് 60 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാപ്ടോപ്പ് വരുന്നുണ്ട്. ഇതൊരു ഓഫീസ് ബേസ്ഡ് ലാപ്ടോപ്പാണ്. നിങ്ങളുടെ നോർമൽ യൂസേഴ്സ് മാത്രമേ നടക്കുള്ളൂ. ഗെയിമിങ്ങും എഡിറ്റിംഗ് പരിപാടികളൊന്നും നടക്കില്ല. അങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോ അടുത്ത ലാപ്ടോപ്പിലേക്ക് വെക്കോ. കാരണം നിങ്ങൾക്കുള്ള ലാപ്ടോപ്പ് അല്ല ഞാൻ ഈ പറയാൻ പോകുന്നത്. നിങ്ങൾക്കൊരു ഓഫീസ് യൂസ് ആണ്, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ്, ജസ്റ്റ് നിങ്ങൾക്ക് വേർഡ് അങ്ങനെയുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സാണ്. ഇന്റൽ കോർ i5 14 Gen ആണ് ഇതിനകത്ത് വരുന്ന പ്രൊസസ്സർ. അതുപോലെ തന്നെ 16 GB റാം വരുന്നുണ്ട്, 512 GB SSD വരുന്നുണ്ട്, Windows 11 ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. അതുമാത്രമല്ല എനിക്ക് ഈ ലാപ്ടോപ്പിൽ ഏറ്റവും ഇംപ്രസീവായിട്ട് തോന്നിയ കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഒരു OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും 2.8K റെസൊല്യൂഷനിലുള്ള ഒരു OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 500 nits ബ്രൈറ്റ്നെസ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആണ്, നിങ്ങൾക്ക് സിനിമ കാണാം, നെറ്റ്ഫ്ലിക്സ് കാണാം, യൂട്യൂബ് കാണാം, ഇങ്ങനെയുള്ള പർപ്പസ് ആണ് മീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ്. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല എന്നല്ല, ഒരു എബോ ആവറേജ് പ്രോസസ്സറും ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പുകൾ ലാഗ് ആവുക, മൾട്ടി ടാസ്കിങ്ങിൽ ഇഷ്യൂ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 60 വാട്ട് ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത്. അതുപോലെ തന്നെ 65 വാട്ട്സിൻ്റെ ഒരു ചാർജറും കൂടി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് ചാർജ് ആവും. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് അവർ ബ്രാൻഡ് ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം. 1.39 kg മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. ലാപ്ടോപ്പ് ഹാൻഡ് ബാഗുകൾ ഒരുപാട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്യാരി ചെയ്തുകൊണ്ട് പോകാം. ഇഫ് യു ആർ എ പ്രൊഫഷണൽ, വർക്കിംഗ് പ്രൊഫഷണൽ, നിങ്ങൾക്ക് ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് ഓണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫ് കൊണ്ടുപോകാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് കൈൻഡ്. അടുത്ത് നമ്മുടെ ഗെയിമിംഗ് യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി 50,000 എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു 11,000 രൂപയും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ പൈസ വസൂൽ പ്രോഡക്റ്റ് എന്നൊക്കെ പറയില്ല. അതായത് നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഈ ലാപ്ടോപ്പ് നിങ്ങൾക്ക് സെർവ് ചെയ്യും. അല്ലാതെ 50,000 അകത്ത് ഇപ്പോൾ ഒരു 45,000 രൂപയുടെ അല്ലെങ്കിൽ 49,000 രൂപയുടെ വേറൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് നാൾ കഴിയുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവും, കുറച്ച് നാൾ കഴിയുമ്പം നിങ്ങൾ വിചാരിക്കുന്ന പെർഫോമൻസ് കിട്ടൂല, ഡിസ്പ്ലേ ഭയങ്കര മോശമായിരിക്കും. ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നി. ഞാൻ പറയാൻ പോകുന്നത് HP-യുടെ വിക്ടേഴ്സ് ലാപ്ടോപ്പാണ്. ഇന്റൽ കോർ i5 13 Gen ആണ് ഇതിനകത്ത് വരുന്ന പ്രൊസസ്സർ. 16 GB DDR4 റാം വരുന്നുണ്ട്. യെസ്, DDR4 റാമാണ്, DDR5 റാം ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ 512 GB ആണ് ഇതിനകത്ത് വരുന്ന SSD എന്ന് പറയുന്നത്. ഗ്രാഫിക് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ NVIDIA RTX 3050 4 GB ആണ് ഇതിനകത്ത് വരുന്ന ഗ്രാഫിക് കാർഡ്. ഇനി ഞാൻ എന്തുകൊണ്ട് പെർട്ടിക്കുലർലി ചുമ്മാ ഗ്രാഫിക് കാർഡും പ്രോസസ്സറും കണ്ട് മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എടുത്തത്. ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഇന്റൽ കോർ i5 13420H എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസ്സർ 4.6 GHz റൺ ചെയ്യുന്നത്. ടർബോ മാക്സ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 4.6 GHz ആണ്. ദാറ്റ് ഈസ് മോർ ദാൻ എനഫ് ടു റൺ ഓൾ ദ ഗെയിംസ് വിച്ച് ഈസ് അവൈലബിൾ റൈറ്റ് നൗ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് സ്ട്രീമും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും മാനേജ് ചെയ്ത് പോകും. ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു ബാക്ക്ലിറ്റ് കീബോർഡാണ് വരുന്നത്. അതായത് അതിന് ചെറിയൊരു കീബോർഡ് അല്ല വരുന്നത്, ഒരു ഫുൾ സൈസ് നമ്പർ പാഡോട് കൂടിയുള്ള ഫുൾ സൈസ് കീബോർഡാണ് വരുന്നത്. ബാക്ക്ലിറ്റർ ആണ്. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, രാത്രി ഗെയിം കളിക്കുന്ന സമയത്തും ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ ഫാസ്റ്റ് ചാർജിങ് എനേബിൾഡ് ആണ്. അതായത് 50% 30 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള
ഒരു 52.5 വാട്ട് അവർ ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിനകത്ത് HP കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒബ്വിയസ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ. ഒരു ഫുൾ HD റെസൊല്യൂഷനിലുള്ള ഒരു ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും ഇതൊരു IPS പാനലാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഇഷ്ടംപോലെ DDR5 റാം വരുന്ന ലാപ്ടോപ്പുകളുണ്ട്, പക്ഷേ VN പാനലൊക്കെയാണ് തരുന്നത്. ഇതൊരു IPS പാനൽ കിട്ടുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് ചൂസ് ചെയ്യാൻ കാരണം. വെൻ യു ആർ ഗെറ്റിംഗ് എ ലാപ്ടോപ്പ്, നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതേണ്ട ഒരു സാധനമാണ്, കണ്ട എല്ലാ ഡിസ്പ്ലേയ്ക്കും ക്വാളിറ്റി ഉണ്ടാവില്ല. IPS ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളർ റീപ്രൊഡക്ഷൻ, കുഴപ്പമില്ലാത്ത വ്യൂവിങ് ആംഗിൾസ്, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി. നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു നാടാണ്. അതുമാത്രമല്ല നല്ല ചൂടുള്ള സമയങ്ങളുണ്ടാവും. ആ ചൂടിൻ്റെ കൂടെ എല്ലാവർക്കും വീട്ടിൽ AC ഇട്ടിട്ട് ഗെയിം കളിക്കാനുള്ള ലക്ഷറി ഉണ്ടാവണമെന്നില്ല. ആ സമയത്തും നല്ലതുപോലെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡ്യൂറബിളായിട്ട് നിൽക്കാൻ ഈ ഒരു IPS പാനൽ എപ്പോഴും സഹായിക്കും. IPS പാനലാണ് എൻ്റെ യൂസ് കേസിൽ, എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും ഡ്യൂറബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, 144 ഹെഡ്സ് ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്, ഡിസ്പ്ലേക്ക് വരുന്ന റിഫ്രഷ് റേറ്റ്. അതും ഫ്ലിക്കർ ഫ്രീ ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫ്ലിക്കേഴ്സും കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ സൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ DTS X അൾട്രാ സൗണ്ടാണ് വരുന്നത്. അത് ഭയങ്കര അടിപൊളിയൊന്നും ഞാൻ പറയൂല, ബട്ട് ഫോർ ദാറ്റ് പ്രൈസ് ഓക്കെയാണ്. അടുത്തതും ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് തന്നെയാണ്, Lenovo LOQ Gen 9. Lenovo LOQനെ പറ്റിയിട്ട് ഇനീഷ്യലി ഞാൻ ഒരു കാര്യം പറയാം, ബൈ ഫാർ ദ ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ലാപ്ടോപ്പായിട്ട് നിങ്ങൾ കാണരുത്. പക്ഷേ ലെനോവോ ഞാൻ പിക്ക് ചെയ്യാൻ കാരണം സർവീസ് സെൻറ്റേഴ്സ് കേരളത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. ഈവൻ മോട്ടറോളോ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലെനോവോ മോട്ടറോളോനെ മേടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ലെനോവോയുടെ ചില സർവീസ് സെൻറ്റേഴ്സിൽ മോട്ടോയുടെ ലാപ്ടോപ്പും സർവീസ് ചെയ്യുന്നുണ്ട്. അത് ഞാനൊന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ LOQക്ക് ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയൂല, ബട്ട് അവരുടെ ഫീച്ചേഴ്സ് വൈസ് നിങ്ങൾക്ക് ബഡ്ജറ്റിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു ലാപ്ടോപ്പ് Lenovo LOQ Gen 9 എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പാണ് നമ്മുടെ മൂന്നാമത്തെ ലിസ്റ്റിലുള്ളത്. 64,180 രൂപയാണ്. യെസ്, 50,000 അല്ല, 50,000 നിന്ന് ഒരു 14,000 രൂപ എക്സ്ട്രാ കൊടുക്കണം, ബട്ട് വെർത്താണ്. നിങ്ങൾക്ക് ഒരു 14,000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് കുറച്ച് നാളും കൂടി നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ കാലയളവിൽ നിൽക്കുന്ന, കുറച്ച് നാളും കൂടി ഓടുന്ന ഒരു ലാപ്ടോപ്പ് മേടിക്കണോ, അതോ ഒരു 50,000 അകത്ത് പിടിച്ചിട്ട് ഒരു വർഷത്തിനകത്ത് വീണ്ടും ഒരു 50,000 ചിലവാക്കേണ്ട അവസ്ഥ കൊണ്ടുവരണോ? നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൊസസ്സർ വന്നിട്ട് AMD Ryzen 5 7235HS പ്രൊസസ്സറാണ് വന്നിട്ടുള്ളത്. ബേസ് ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 3.2 GHz, മാക്സ് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 4.2 GHz ആണ്. Windows 11 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്നത്. NVIDIA RTX 3050 6GB ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്തേക്ക് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ HP Victusന്റെ അകത്ത് 4GB ആയിരുന്നു, ഇതിനകത്ത് 6GB 3050 ഗ്രാഫിക് കാർഡാണ് വരുന്നത്. 512GB ആണ് SSD കൊടുത്തിട്ടുള്ളത് Lenovo. അറ്റ് ദ സെയിം ടൈം 24GBയുടെ DDR5 റാം ആണ് ഇതിനകത്ത് Lenovo കൊടുത്തിട്ടുള്ളത്. ബൈ ഫാർ നമ്മൾ നേരത്തെ പറഞ്ഞ HP Victusനേക്കാളും കുറച്ചുകൂടി പ്രൈസ് കൂടുതലാണ്, ബട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഭയങ്കര നല്ല സ്പെക്കാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ HD IPS ആന്റി ഗ്ലെയർ നോൺ ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 100% sRGB സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് കളേഴ്സ് എല്ലാം വളരെ അക്യുറേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കളർ ഗ്രേഡ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ നല്ലതായിരിക്കും എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിലിം ഗ്രേഡിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ മാക്ബുക്ക് പോലെയുള്ള സൂപ്പർ അക്യുറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടണമെന്നില്ല, ബട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. 144 ഹെഡ്സ് ആണ് റിഫ്രഷ് റേറ്റ്. 170 വാട്ട്സിന്റെ ഒരു AC അഡാപ്റ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ലിറ്റഡ് ആയിട്ടുള്ള ഒരു കീബോർഡ് കിട്ടുന്നുണ്ട്. അത് RGB സപ്പോർട്ടഡ് ആണ്. വൈഫൈ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിനകത്ത് ഏറ്റവും സ്പീഡ് കൂടിയ ഒരു വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അകത്തുള്ള അത് റിസീവ് ചെയ്യുന്ന മോഡവും അത്രയും നല്ലതായിരിക്കണം. ദിസ് ഈസ് ദ ബെസ്റ്റ് വൺ. എനിക്ക് ഫീൽ ചെയ്ത ഒരു ഫോൾട്ട് ഞാൻ പറയാം, Lenovo LOQ ലാപ്ടോപ്പുകൾ ബിൽഡ് ക്വാളിറ്റിയിൽ ആണ് അവർ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. കീപ്പ് ഇൻ മൈൻഡ്, ഈ സ്പെക്ക് അവർ തരുന്നുണ്ട്. ഇത്രയും നല്ല സ്പെക്കും തന്നിട്ട് എങ്ങനെ അവർ ലാഭം എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹിഞ്ചസ് ഒക്കെ അത്യാവശ്യം എന്താ പറയട്ടെ വോബിൾ ചെയ്യും. അതായത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ലോങ് ടേമിൽ വോബിൾ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ ആദ്യമേ പറയും. ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ASUSന്റെ VivoBook S16. ഇത് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ല, ബട്ട് പ്രൊഡക്ടിവിറ്റി സോർട്ട് ഓഫ് ലാപ്ടോപ്പ് ആണ്. ഡിസൈനർ ആണ്, കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന വേരിയേഷൻസ്. ആക്ച്വലി ഈ ഒരു സ്പെസിഫിക് മോഡൽ ലാപ്ടോപ്പ് നമുക്ക് ഇന്റൽ കോർ i5ലും i7ലും അൾട്രാ 5ലും അൾട്രാ 7ലും നമുക്ക് മേടിക്കാൻ പറ്റും. ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. 8 GB റാം 16 GB റാം വേർഷൻ ഉണ്ട്. അതുപോലെ തന്നെ 256 GB SSD മുതൽ 512 GB SSD വരെയുള്ള വേർഷൻസും കിട്ടും. നിങ്ങൾ ഏത് പ്രോസസ്സറാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പ്രൈസും കൂടുമെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇത് കറൻ്റ്ലി പ്രൈസ് ചെയ്തിട്ടുള്ളത്, ഏറ്റവും ബേസ് മോഡൽ പ്രൈസ് ചെയ്തിട്ടുള്ളത് 54,990 രൂപയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വൺ ഓഫ് ദ തിന്നസ്റ്റും എന്നാൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. ഏറ്റവും ബേസ് മോഡലിൻ്റെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റൽ കോർ i5 13420H പ്രോസസ്സറാണ് വരുന്നത്. ടോപ്പ് ആൻഡ് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 4.6 GHz ആണ്. ഇന്റൽ കോറിന്റെ UHD ഗ്രാഫിക്സ്, അതായത് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ വന്നിട്ട് 16 ഇഞ്ചിന്റെ ഒരു LED ബാക്ക്ലിറ്റഡ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് 8 GB DDR5 റാം ഓൺ ബോർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 8 GB കൂടി അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. റാം വന്നിട്ട് 16 GB ആണ് ഇതിനകത്തുള്ളത്. 8 GB ഓൺ ബോർഡ് DDR5 റാമും അതുപോലെ തന്നെ 8 GB DDR5 SODIMM റാമും. ദാറ്റ് മീൻസ് അതൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള റാം മോഡ്യൂളാണ്. ഈ ഭയങ്കര കോമ്പാക്ട് സൈസിലുള്ള ലാപ്ടോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ടെക്നിക്കലി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷേ നിങ്ങൾ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. 512 GB M.2 NVMe SSD ആണ് വരുന്നത്. അതുപോലെ തന്നെ ASUS എക്സ്പാൻഷൻ സ്ലോട്ട്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 2 USB 3.2 Type C പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 USB 3.2 Type A പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു HDMI 1.4 പോർട്ട് ആൻഡ് ഫൈനലി 3.5mm ഒരു ഓഡിയോ ജാക്ക്. ഒബ്വിയസ്ലി ഒരു ബാക്ക്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കീബോർഡ് വരുന്നുണ്ട്. ഫുൾ HD ക്യാമറ നമുക്ക് ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. IR ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നു. ആൻഡ് പ്രൈവസി ഷട്ടറും ഉണ്ട്. ഇന്നത്തെ കാലത്ത് പല ലാപ്ടോപ്പുകളും പ്രൈവസി ഷട്ടർ കൊണ്ടുവരുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. ബിൽറ്റ് ഇൻ സ്പീക്കേഴ്സും അതുപോലെ തന്നെ 2 അറേ മൈക്രോഫോൺസ് ഉണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ ഓഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത്, മീറ്റിങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല വോയിസ് ക്വാളിറ്റി ഉണ്ടാവും. 70 Wh ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് Type C പോർട്ടിലൂടെയാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അതൊരു 65 വാട്ട്സിൻ്റെ ഒരു AC അഡാപ്റ്ററും നമ്മുടെ ASUS കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.7 kgs ആണ്. ബട്ട് 1.7 kgs എന്ന് പറഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് ആയിട്ട് എടുക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യൂല. ഇപ്പം എൻ്റെ ലാപ്ടോപ്പ് മാക്ബുക്ക് ആണ്. എൻ്റെ മാക്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നല്ല വെയിറ്റ് ഉണ്ട്. അത് 16 ഇഞ്ചാണ്. ഞാൻ ജനറലി ഇതിനെ ക്യാരി ചെയ്ത് ട്രാവൽ ചെയ്യുന്നതിനോട് തീരെ താല്പര്യപ്പെടാത്തതാണ്. എൻ്റെ ഒരു ബാഗിൻ്റെ അകത്ത് തോളിൽ തൂക്കുന്ന ബാഗാണെങ്കിലും ഈ ലാപ്ടോപ്പ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ റിലാക്സ്ഡ് ആവും. അത്രത്തോളം ഈ വെയിറ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ 1.7 kgs എന്ന് പറഞ്ഞാൽ വലിയൊരു വെയിറ്റാണ്. ഇതിനകത്ത് ASUS മിലിറ്ററി ഗ്രേഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എത്രത്തോളം സത്യം എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഈ ഒരു ലാപ്ടോപ്പ് കംപ്ലീറ്റ്ലി ഒരു പ്രൊഡക്ടിവിറ്റി ആണ് നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, നിങ്ങളൊരു കോണ്ടന്റ് റൈറ്റർ ആണ്, നിങ്ങളിപ്പോൾ ഒരു ബ്ലോഗ് എഴുതുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മെയിലുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്, നിങ്ങളൊരു ഓഫീസ് ലാപ്ടോപ്പ് തന്നെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ASUS എന്ന ബ്രാൻഡും വിവോ ബുക്ക് എന്ന ബ്രാൻഡും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാം. ഈ പറഞ്ഞ ഇത്രയും ലാപ്ടോപ്പുകളിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വാങ്ങണമെന്ന് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 50,000 അകത്ത് എനിക്ക് പറ്റുന്ന, അല്ലെങ്കിൽ 50 to 65,000 അകത്ത് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പേഴ്സണലി ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതുമായിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ ലാപ്ടോപ്പ് ഈ ഒരു വീഡിയോയ്ക്കകത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റട്ടെ. ബട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ള, നിങ്ങൾക്ക് എന്നെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ള ട്രസ്റ്റ് തരുവാണ്. ഈ പ്രോഡക്ട്സ് നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാം ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ലാപ്ടോപ്പ്. ബട്ട് പലരും പലതും പറയും, കൺഫ്യൂസ് ആവരുത്. നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കുക. പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് കമ്പ്യൂട്ടർ ആണെങ്കിലും ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെങ്കിലും അതിൻ്റെ അകത്ത് നോർമൽ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങൾക്ക് ഈ ബൾക്കിനെസ്സും അതുപോലെ തന്നെ ആ ഒരു ഫ്ലാഷി ആയിട്ടുള്ള ഡിസൈനൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ എസ്തെറ്റിക് ആൻഡ് മിനിമലിസം നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗെയിമിംഗ് കമ്പ്യൂട്ടറിലേക്ക് എൻ്റെ റെക്കമെൻഡേഷൻ ലെനോവോ LOQ ആണ്. LOQയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇറ്റ് വുഡ് ബി ബെറ്റർ ദാൻ മോസ്റ്റ് ഓഫ് ദീസ് ലാപ്ടോപ്സ് ഔട്ട് ദെയർ. അപ്പോൾ താങ്ക്സ് അഗൈൻ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് പറയാൻ പറ്റുന്നതിനെ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.